ഹായ്, അനുമോളുടെ വിവാഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളുടെ അച്ഛൻ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ആദ്യമേ ഞാൻ പറയാം, എനിക്ക് സുഖമില്ലായിരുന്നു, പല്ലുവേദനയാണ്, കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് നീരൊക്കെ ഉണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റി വരില്ല, കാരണം വീർത്തിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ, നമ്മളെ നാക്ക് കുഴഞ്ഞതുപോലെ ആയിപ്പോൾ. അപ്പോൾ എനിക്ക് ഈ വിഷയം പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഒരു ആളുടെ വീഡിയോസ് ഒന്നും ഞാനിവിടെ വയ്ക്കുന്നില്ല, എനിക്ക് എൻ്റെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അനുമോളുടെ അച്ഛൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അനുമോൾ ഫാമിലിയായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ, ആ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഇതിൽ അനുമോളുടെ അച്ഛൻ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അവരുടെ സന്തോഷ സമയത്ത് അല്ലെങ്കിൽ അവർ ഫാമിലിയായിട്ട് നിന്നപ്പോഴത്തേക്കും അവരങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. അതിൽ തെറ്റൊന്നും പറയാനില്ല. ആ ഒരു ഫങ്ഷൻ കാര്യങ്ങൾ, ആ ഒരു സന്തോഷവും കാര്യങ്ങളായിട്ട് നിന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള ഫോട്ടോസ് അവർ എടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ഒരെണ്ണമാണിത്. അത് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരുതിന് കുരുപൊട്ടി. അതൊരു പുരുഷ മേധാവിത്വത്തിൻ്റെ അടയാളമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അനുമോൾക്ക് വിവരമില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ നാട്ടിൽ നോർമലായിട്ട് ആണും പെണ്ണും ഇങ്ങനെ ഇരിക്കാറുണ്ട് എന്ന് കരുതി എല്ലാം കാണിച്ചു വെച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെ എല്ലാവരും ഇരിക്കാറുണ്ട്. ഞങ്ങളുടെ നാടും തിരുവനന്തപുരം തന്നെയാണ്, അനുമോൾ താമസിക്കുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. പക്ഷെ ഈ ഫോട്ടോയ്ക്ക് അങ്ങനെ പറയേണ്ട ഒരാവശ്യമില്ല. പണ്ടൊക്കെ പറയുമായിരുന്നു, പെൺപിള്ളേർ കാലിന്മേ കാല് കയറ്റി വെച്ചിരുന്ന അത് ബഹുമാനക്കുറവാണ്, മറ്റുള്ളവരെ ബഹുമാനിച്ചില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പിന്നെ കാലം മാറിയപ്പോൾ പറഞ്ഞു, പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. പബ്ലിക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു പക്ഷേ അത് നമ്മൾ സാധാരണ ഇരിക്കുമ്പോൾ നമ്മൾ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് ഇരുന്നു പോകും. പക്ഷേ കാലിന്മേ കാല് കയറ്റി വെച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, പ്രശ്നങ്ങളുമില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് അവരെയൊക്കെ പുരുഷ മേധാവിത്വമാണ് എന്നുള്ള തരത്തിൽ എങ്ങനെ പറയാനായിട്ട് പറ്റും? അതൊരു ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമാണ്. അവരുടെ വീട്ടിൽ നടക്കുന്ന വിഷയമോ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാൾ എന്തിനാണ് അങ്ങനത്തെ ഒരു വാക്കെടുത്തിട്ടത്, അങ്ങനെ ഒരു പദപ്രയോഗം എടുത്തിട്ടത്? എന്നിട്ട് അനുമോൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിന്റെ അച്ഛനല്ലല്ലോ ഇരിക്കുന്നത്, എൻ്റെ അച്ഛനല്ലേ ഇരിക്കുന്നത്. അത് ചോദിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ്. നൈസായിട്ട് അവൻ്റെ തന്തയ്ക്ക് വിളിയും കിട്ടി. ഇത് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് അനു പറഞ്ഞു, നീ വല്ല പണിക്കും പോടോന്ന്. പക്ഷെ എനിക്ക് അത് പറഞ്ഞതിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു ദേഷ്യം തോന്നി അവനോട്. അതിനൊരു എക്സ്പ്ലനേഷൻ അവൻ കൊടുത്തത്, അവൻ പഠിച്ചു, അവനൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത്. അനുവിനെ പോലെ ഞങ്ങൾ ജോലിയില്ലാതിരിക്കുകയല്ല. അനു സ്റ്റേജ് പരിപാടികളിലും ബിഗ് ബോസിലും സ്റ്റാർ മാജിക്കിലും ഒക്കെ ഇങ്ങനെ നടക്കുന്നതെന്നല്ലേ ഉള്ളൂ, അതിലൂടെ സമ്പാദിക്കുന്നു എന്നല്ലേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് സെലിബ്രിറ്റീസുകൾ മാത്രം വന്ന് വാഴുന്നൊരിടമല്ല എന്നുള്ള തരത്തിലൊക്കെ അയാൾ പറയുന്നുണ്ട്. ബാക്കി ആരും ഈ ലോകത്തുള്ള ആരെയും പഠിപ്പില്ലാത്തതുപോലെയും അല്ലെങ്കിൽ ജോലി ചെയ്യാത്തതുപോലെ അയാൾ മാത്രമാണ് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ള തരത്തിലൊക്കെ ഒരുമാതിരി ആക്ഷേപിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നും വലിയ ജ്ഞാനമൊന്നുമില്ലാത്ത എത്രയോ പേര് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വലിയ താരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അയാൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. മാതിരി എന്താ പറയണ്ടേ, ഒരു വൃത്തികെട്ട ഒരു മറ്റുള്ളവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള സംസാരത്തിലുള്ള ഒരു ആളായിട്ടാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇയാൾ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ അറിയാമായിരിക്കും. ഇയാളുടെ ഈ ഒരു സ്വഭാവം വെച്ച് തന്നെ മറ്റുള്ളവരെ അളന്നു കൂട്ടുന്ന ഒരാൾ തന്നെ ആയിരിക്കാം ഇത്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ഗുരുപെട്ടണമെങ്കിൽ അവൻ്റെ ഒരു അവസ്ഥ എന്താണ്? എന്നിട്ട് ഭാര്യ ഭർത്താവും കൂടെ എക്സ്പ്ലനേഷന് വന്നിരിക്കുകയാണ്. അതൊരു സെലിബ്രിറ്റി ഇതാണ്, അപ്പോൾ ഇത് കണ്ടിട്ട് സാധാരണയായിട്ടുള്ള ആൾക്കാരെ അനുകരിക്കും. ഇതിലെന്താണ് അനുകരിക്കാതിരിക്കുന്നത്? ഇതൊക്കെ ഇവിടെ പണ്ടേ ആൾക്കാർ ചെയ്യുന്നത് തന്നെയാണ്. ഇതിലൊരു പുതുമയും ഇല്ല. സാധാരണ എല്ലാ വീടുകളിലും നടക്കുന്നൊരു കാര്യം, സാധാരണ എല്ലാ വീടുകളിലും ഇരിക്കുന്നൊരു കാര്യം. ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇരിക്കുന്നത് തന്നെയാണ് ഇങ്ങനെ. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇത് കണ്ടിട്ട് ആൾക്കാർ അനുകരിക്കും. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്?
നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്തത്? അതൊക്കെ അനുമോളെ താഴ്ത്തി കെട്ടാം എന്നുള്ള തരത്തിലാണോ വീഡിയോ ചെയ്തത്? ഏതോ ഒന്ന് ഉദ്ദേശത്തിലുണ്ട്. ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. ആ ഒരു പദപ്രയോഗം നിങ്ങളവിടെ പ്രയോഗിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പുരുഷ മേധാവിത്വം എന്നുള്ളത് അവിടെ പ്രയോഗിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഏതോ രീതിക്ക് കൊണ്ടുപോകാൻ നോക്കിയത്, പക്ഷേ പറ്റിയില്ല.